السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. റഹീഖുൽ ഖുർആനിന്റെ മൂന്നാമത്തെ ഹദീസ് പാഠത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണുള്ളത്. നോക്കാം. عن أبي هريرة رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال كلمتان خفيفتان على اللسان ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم رواه الإمام البخاري رحمه الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാവുകൾക്ക് ഏറെ എളുപ്പമായതും തുലാസിൽ കനം തൂങ്ങുന്നതും പരമകാരുണികന് പ്രിയങ്കരമായതുമായ രണ്ട് വാക്കുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് കാണിക്കുന്ന വിശാലമായ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഹദീസിലുള്ളത്. കാരണം ചെറിയ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ വലിയ പ്രതിഫലമാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു അനുഗ്രഹം കൂടിയാണ്. നാവുകൾ കൊണ്ട് ഉരുവിടാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായ രണ്ട് വാചകങ്ങളാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത്. എന്നാൽ അതിന്റെ മൂല്യമാകട്ടെ ഏറെ വമ്പിച്ചതുമാണ്. പരലോകത്ത് അതിന്റെ വില കാണുമ്പോഴാണ് അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ പ്രിയങ്കരമായ ഈ വാചകങ്ങൾ ആത്മാർത്ഥമായി ഉരുവിട്ടിക്കഴിഞ്ഞാൽ പരലോകത്ത് നന്മ തിന്മകൾ കണക്കാക്കുന്ന തുലാസിൽ നന്മയുടെ ഭാഗം കനം തൂങ്ങുവാൻ അത് സഹായകമാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നന്മകളിൽ മുന്നേറുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.